ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അടിപൊളി കോംബോയും അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റ്സുമാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോംബോയിൽ വരുന്നത് ആദ്യത്തെ പ്ലാന്റ്സ് ആണ് അസേരിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് കേട്ടോ. അസേരിയ പ്ലാന്റ്സ് ഇതാ സിംഗിൾ പെറ്റലായിട്ടും ഡബിൾ പെറ്റലൊക്കെ ആയിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസാണ്. ഇപ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് ഫ്ലവേഴ്സോട് കൂടി അതുപോലെ തന്നെ ഫ്ലവർ ആകാനായ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണോന്ന്. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മൊട്ടുകളാകാനായി തുടങ്ങിയ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ നൽകുന്നത്. ഈ കാണിച്ചിരിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റുകളാണ് നമ്മുടെ ഈ ഒരു കോംബോയിൽ വന്നേക്കുന്നത് കേട്ടോ. 3 പ്ലാന്റ് ആണ് നമ്മൾ അസേരിയ നൽകുന്നത്. 3 പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന വിത്ത് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മൊട്ടൊക്കെ ആയിട്ടുള്ള ഇത്രയും സൈസ് വരുന്ന പ്ലാന്റിന് 750 രൂപയാണ്. അടുത്തത് നമ്മുടെ മെലാസ്റ്റോമ പ്ലാന്റ് ആണ്. മെലാസ്റ്റോമ പല വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് മെലാസ്റ്റോമയുടെ വൈറ്റ് കളറാണ് കേട്ടോ. ബാക്കിയുള്ള മെലാസ്റ്റോമേനെ അപേക്ഷിച്ച് വലിയ പൂക്കളായിരിക്കും ഈ മെലാസ്റ്റോമ വൈറ്റ് കളറിലുണ്ടാവുക. ഇത് നല്ല ഭംഗി അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി അതിന് ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന മെലാസ്റ്റോമ പ്ലാന്റ്സ് ഇതുണ്ടോ, ഇത് ഫ്ലവർ ആയിട്ടുണ്ടായിരുന്നു, ഫ്ലവർ കൊഴിഞ്ഞു പോയത്. ഒത്തിരി മൊട്ടുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന മെലാസ്റ്റോമയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകളോട് കൂടിയിട്ടുള്ള ഇത്രയും ബുഷായിട്ട് നിൽക്കുന്ന മെലാസ്റ്റോമ പ്ലാന്റ്സ് വൈറ്റ് വരുന്നതിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത പ്ലാന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ. നല്ല കുഞ്ഞ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പേരാണ് സ്റ്റാർ സീനിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി കേട്ടോ. സ്റ്റാർ പോലെ തന്നെ ഒത്തിരി കുഞ്ഞു ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗി അത് കാണാൻ വേണ്ടി കേട്ടോ. നമുക്ക് പോട്ടിൽ വെക്കാം, അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ നട്ടു വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസ് ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് സ്റ്റാർ ബസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിലെ ഫ്ലവേഴ്സ് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഫ്ലവർ കഴിഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഒത്തിരി ഫ്ലവേഴ്സ് കൊല കുത്തി ചെത്തി പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ തരുന്ന സ്റ്റാർ ബസ്റ്റിൻ്റെ ഈ ഒരു സൈസുള്ള തൈ ആയിരിക്കും നമ്മൾ തരുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ നല്ല കളർഫുള്ളായിരിക്കും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളും അതുപോലെ തന്നെ ഈ ഒരു ലീഫിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ കാണാൻ വേണ്ടി കേട്ടോ. ഇത് നമുക്ക് പോട്ടിലൊക്കെ നട്ട് വളർത്താൻ പറ്റും. നല്ല ബുഷായിട്ട് നിന്നിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു അട്രാക്റ്റീവാണ് ഇതിൻ്റെ ഈ ഒരു ലീഫിൻ്റെ കളറൊക്കെ കാണാൻ. അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 180 രൂപയാണ് കേട്ടോ. ഇതേ സൈസ് വരുന്ന തൈ ആയിരിക്കും നമ്മൾ തരുന്നത് 180 രൂപയ്ക്ക്. അടുത്തത് നമുക്ക് വരുന്ന ഡെയ്സി പ്ലാന്റ് ആണ്. ഡെയ്സി പ്ലാന്റ് ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും. അതിൽ വൈറ്റ് കളർ ഡെയ്സി ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ കുഞ്ഞു ലീഫായിരിക്കും വരുന്നത്. ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുമ്പോൾ ഒത്തിരി നമ്മുടെ ശരിക്കും ജമന്തിയുടെ കുഞ്ഞു ഫ്ലവേഴ്സായിട്ട് നല്ല സാമ്യം ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗി ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാം. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് വെള്ളം വേണം. അതുപോലെ തന്നെ വെയിലത്തൊക്കെ വെക്കുന്ന ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നമുക്കിതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ കാണുന്ന ഡെയ്സി പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വൈറ്റ് കളറും അതുപോലെ തന്നെ പിങ്ക് കളറുമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് സൈസ് നമുക്ക് കാണാം. ഈ ഒരു സൈസ് വരുന്ന തൈ ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. വൈറ്റ് കളർ ഈ ഒരു സൈസ് ആയപ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ആയി തുടങ്ങി. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന വൈറ്റ് കളർ ഡെയ്സി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിങ്ക് കളർ ഡെയ്സി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇതേ സൈസുള്ള തൈകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത്. ഇനിയിപ്പോൾ പിങ്ക് കളർ ഡേയ്സ് ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത്. ഇതിൽ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. വൈറ്റ് പിങ്ക് ഡേയ്സിക്ക് 80 രൂപയാണ് റേറ്റ് കേട്ടോ. അടുത്തത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ച പ്ലാന്റാണ് ഓർക്കിഡ് റോസ്. ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മുള്ളില്ലാണ്ട് നല്ല കൊല കുത്തി ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒട്ടും മുള്ളുണ്ടാവില്ല. ഇതുപോലെ കൊല കുത്തി ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഫ്ലവർ നല്ല കൊല കുത്തി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ്. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ നമുക്ക് വലിയ പ്ലാന്റും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഈ ഒരു സൈസ് വരുന്ന വലിയ പ്ലാന്റാണ് നമുക്ക് വരുന്നത്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 210 രൂപയാണ് കേട്ടോ. സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും. ഇത് അടുത്തത് ഓർക്കിഡ് റോസിൻ്റെ ചെറിയ പ്ലാന്റാണ്. ഇതിന് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓർക്കിഡ് റോസ് എല്ലാം കണ്ടല്ലോ അല്ലേ. നമ്മുടെ ഈ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.